പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് സാംസ്കാരിക മന്ത്രി പി.സി. വിശ്വനാഥ് 24-നോട് പറഞ്ഞു. പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിലപാട് പറയേണ്ടി വന്നാൽ പറയും. മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. ഞങ്ങൾ ആദ്യം മുതൽ ഈ കാര്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ വിഷയത്തിൽ അതിജീവിതയോടൊപ്പമുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിലും അങ്ങനെ ഒരു ആവശ്യം ഗവൺമെൻറ്റിന് മുമ്പാകെ അത് സംബന്ധമായിട്ടൊരു അഭിപ്രായം പറയേണ്ടി വരുവാണെങ്കിൽ ആ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പമാണ്, അതിജീവിതയോടൊപ്പമാണ് ഞങ്ങളുടെ നിലപാട്. അത് മുമ്പും പറഞ്ഞിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹം അതേക്കുറിച്ച് വിശദീകരിക്കും. ഈ വിഷയത്തിൽ എല്ലാ കാലത്തും ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. അത് ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പമാണ്, അതിജീവിതയോടൊപ്പമാണ്. ഈ പ്രശ്നത്തിലും ഗവൺമെൻറ്റിന് ഈ ഒറ്റ നിലപാടേ ഉണ്ടാകത്തുള്ളൂ. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിങ്ങളോട് പറയും. അജ്മൽ ദിറാറ വാർത്തയോട് നിർമ്മിച്ചിരുന്നു. അജ്മൽ, ഈ മെമ്മറി കാർഡ് ചോർച്ച എന്ന് പറയുന്നത് അങ്ങേയറ്റം അസാധാരണമായ ഒഴിവാക്കേണ്ടിരുന്ന ഇപ്പോഴും ഉത്തരം കിട്ടാത്ത കുറേയധികം ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്ന ഒരു ഗ്രേ ഏരിയ ആണല്ലോ. അതിൽ അന്വേഷണ റിപ്പോർട്ട് തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയിലേക്ക് പോയത് അടക്കമുള്ള കാര്യങ്ങൾ. ആ സമയത്ത് വരുന്ന സാംസ്കാരിക മന്ത്രിയുടെ, സിനിമാ മന്ത്രിയുടെ പ്രതികരണത്തിന് വലിയ പ്രസക്തി ഉണ്ട്. അജ്മൽ, ഹാഷ്മി, ഈ കോടതിയുടെ പക്കലുണ്ടായിരുന്ന നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നു എന്ന് കാട്ടി ഈ ഹൈക്കോടതി ഈ സംഭവത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണം എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ യാതൊരു വിധത്തിലും നിയമപരമായി നിലനിൽക്കുന്നതോ ഒന്നുമില്ല. നിയമപരമായി നിലനിൽക്കുന്ന യാതൊന്നും റിപ്പോർട്ടിലില്ല. അതോടൊപ്പം തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി അതിജീവിത ഈ സംഭവത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ UDF സർക്കാരിന്റെ സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിശ്വനാഥ് 24-നോട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. UDF എല്ലാ കാലത്തും അതിജീവിതയ്ക്ക് ഒപ്പം തന്നെ എന്ന് ഉള്ള നിലപാടാണ് ഒരിക്കൽ കൂടി മന്ത്രി പി.സി. വിശ്വനാഥ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യത്തിൽ അത് കോടതിയിൽ സർക്കാരിന്റെ നിലപാടായി അറിയിക്കുമെന്നും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ കൂടുതൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പി.സി. വിശ്വനാഥ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നേരത്തെ ഈ വിഷയത്തിൽ ഹൈക്കോടതി നിലനിൽക്കുന്ന കേസിൽ നേരത്തെ സെഷൻസ് കോടതി ഈ കുറ്റക്കാരെ വിധിച്ച് പുറപ്പെടുവിച്ച വിധിയിൽ അതൃപ്തി പ്രകടമാക്കി സണ്ണി ജോസഫ് അടക്കം, അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രോസിക്യൂഷന് കേസ് തെളിയിക്കുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെന്നും നടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുമായിരുന്നു അന്ന് കോൺഗ്രസിന്റെ നിലപാട്. അതോടൊപ്പം തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി V.D. സതീശൻ ഈ വിഷയത്തിൽ പറഞ്ഞത്, കോടതിയിൽ നീതി തേടിയെത്തുന്ന സ്ത്രീകൾക്ക് കൂടുതൽ സുതാര്യമായി അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നീതി ലഭിക്കണമെന്ന അടക്കമുള്ള വിഷയങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന V.D. സതീശന്റെ ഭാഗത്ത് നിന്നും അന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇന്നലെ പി.സി. വിശ്വനാഥ് സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി വിഷയത്തിൽ പറഞ്ഞത്. ഏതായാലും കൂടുതൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കലും കോടതിയിൽ നിലപാട് അറിയിക്കേണ്ട സമയത്തിൽ അതിജീവിതയ്ക്കൊപ്പം തന്നെ എന്നുള്ള ആ പ്രഖ്യാപിത നിലപാട് കോടതിയിൽ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പി.സി. വിശ്വനാഥ് സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ 24-നോട് പറഞ്ഞത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.